Hi, welcome to Renisha CS Edu World. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഇൻഫിക്സ്ഡ് പോസ്റ്റ് കൺവേർഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഒരു ഇൻഫിക്സ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്? നമ്മൾ സാധാരണ നമ്മളൊരു എക്സ്പ്രഷൻ എഴുതുന്നത്, ആരിത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ നമ്മൾ എഴുതുന്നത് അല്ലെങ്കിൽ ലോജിക്കൽ ആണെങ്കിലും നമ്മൾ എഴുതാറുള്ളത് ഇൻഫിക്സ് നൊട്ടേഷനിലാണ്. സാധാരണ ഒരു കോമൺ ആയിട്ട് നമ്മൾ ഒരു അരിത്തമെറ്റിക് ആയിക്കോട്ടെ ലോജിക്കൽ ആയിക്കോട്ടെ നമ്മൾ സാധാരണ എഴുതുന്ന ഓപ്പറേഷൻസ് എല്ലാം എന്താണ് ഇൻഫിക്സ് സ്റ്റൈലിലാണ് നമ്മൾ എഴുതുക. ഈ ഇൻഫിക്സ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഇവിടുത്തെ എയും ബിയും എന്ന് പറയുന്നതാണ് ഓപ്പറൻസ്. ഇതാണ് ഓപ്പറൻസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഓപ്പറേറ്റർ ആണ് ഇതൊക്കെ. ഓപ്പറേറ്റേഴ്സ് നമ്മൾ സിക്കകത്ത് പഠിച്ചായിരുന്നു അല്ലേ? ഓപ്പറേറ്റേഴ്സ് എന്ന് പറയാൻ അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ. അപ്പോൾ ആ ഓപ്പറേറ്ററാണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഈ എയും ബിയും ആണ് ഇവിടുത്തെ ഓപ്പറൻസ്. അപ്പം ഇൻഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പറൻസിൻ്റെ ഇടയ്ക്ക് എന്ത് വരണം? ഓപ്പറേറ്റർ വരണം. അപ്പം അങ്ങനെയുള്ള ഓപ്പറേഷൻസിനെയാണ് ഇൻഫിക്സ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഫിക്സ് ഫോം എന്ന് പറയുന്നത്. അപ്പം ഇൻഫിക്സിൻ്റെ അകത്ത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? രണ്ട് ഓപ്പറൻസിൻ്റെ നടുക്കായിരിക്കും ഓപ്പറേറ്റർ വരുന്നത്. സാധാരണ നമ്മൾ അങ്ങനെയാണ് സാധാരണ യൂസ് ചെയ്യുന്ന എല്ലാ ഓപ്പറേഷൻസും നമ്മൾ എഴുതാറുള്ളത് അങ്ങനെയാണ്. ഇപ്പം എ ഇൻറ്റു ബി, ഓക്കെ, എ ഡിവൈഡഡ് ബൈ ബി, എ ആൻഡ് ബി, ഇതൊക്കെ എന്താണ്? ഇൻഫിക്സ് എക്സ്പ്രഷൻസ് ആണ്. നമ്മളൊരു ഇൻഫിക്സിൽ ഒരു എക്സ്പ്രഷൻ കൊടുത്താലും നമുക്ക് അത് സിസ്റ്റം ഇവാലുവേറ്റ് ചെയ്ത് ഒന്നിൽ പോസ്റ്റ് ഫിക്സ് അല്ലെങ്കിൽ പ്രിഫിക്സിലേക്ക് മാറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് ഈ പോസ്റ്റ് ഫിക്സ്? പോസ്റ്റ് ഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ പോസ്റ്റ് ഫിക്സ് നൊട്ടേഷൻ ദ ഓപ്പറേറ്റർ കംസ് ആഫ്റ്റർ ദ ഓപ്പറൻറ്റ്. ഓപ്പറേറ്റർ വരുന്നത് പോസ്റ്റ് ആണ്. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നീട് എന്നാണ്. അപ്പോൾ പ്രീ എന്താണ്? എ പ്ലസ് ബി ആണ് ഇൻഫിക്സ് എന്ന് പറയുന്നത്. അല്ലെ, ഇൻഫിക്സ് എന്ന് പറയുന്നത് എ പ്ലസ് ബി ആണ്. ഈ ഒരു ഓപ്പറേഷനെ പോസ്റ്റ് ഫിക്സിലോട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റർ എന്ത് വരണം? ഓപ്പറൻറ്റിന് ശേഷം, ഓപ്പറൻ്റ് ആണ് എയും ബിയും, ഓപ്പറൻറ്റിന് ശേഷമേ എന്ത് വരാൻ പാടുള്ളൂ? ഓപ്പറേറ്റർ വരാൻ പാടുള്ളൂ. അതാണ് പോസ്റ്റ് ഫിക്സ് നൊട്ടേഷൻ. അതായത് എ ബി പ്ലസ്, അപ്പോൾ എ പ്ലസ് ബി എന്നുള്ളത് എന്താണ്? എ ബി പ്ലസ് എന്നാണ്. അപ്പോൾ ഇൻ പോസ്റ്റ് ഫിക്സ് നൊട്ടേഷൻ ദ ഓപ്പറേറ്റർ കംസ് ആഫ്റ്റർ ദ ഓപ്പറൻറ്റ്. ഓപ്പറൻറ്റിന് ശേഷമേ ഓപ്പറേറ്റർ വരാൻ പാടുള്ളൂ. അപ്പോൾ എ പ്ലസ് ബി ആണെങ്കിൽ എ ബി പ്ലസ് എന്ന് വരണം. അതാ പറഞ്ഞിരിക്കുന്നത്. ഇൻഫിക്സിൻ്റെ അകത്ത് എ പ്ലസ് ബി ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം? എ ബി പ്ലസ് എന്ന് എഴുതണം. ഈ ഒരു നൊട്ടേഷൻ ഇങ്ങനെ എഴുതുന്നതിനാണ് എന്ത് പറയാം? പോസ്റ്റ് ഫിക്സ് നൊട്ടേഷൻ എന്ന് പറയും. ഈ പോസ്റ്റ് ഫിക്സ് നൊട്ടേഷനെ നമ്മൾ എന്തെന്ന് വേറൊരു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് പോളിഷ് നൊട്ടേഷൻ എന്ന് പറയും. ഓക്കെ, നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സിനൊക്കെ വേറെ എവിടെയെങ്കിലും ഇപ്പം ഒരു ടെക്നിക്കലായിട്ട് എക്സാമോ അല്ലെങ്കിൽ ഗേറ്റ് എക്സാമോ ഒക്കെ എഴുതാൻ പോകുമ്പോഴത്തേന് ചിലപ്പോൾ ചോദിക്കും റൈറ്റ് ദ റിവേഴ്സ് പോളിഷ് നൊട്ടേഷൻ ഓഫ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പം ഒരു എക്സ്പ്രഷൻ തരും. ആ റിവേഴ്സ് പോളിഷ് നൊട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? പോസ്റ്റ് ഫിക്സ് ആണ്. പോസ്റ്റ് ഫിക്സിനെയാണ് റിവേഴ്സ് പോളിഷ് നൊട്ടേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രിഫിക്സ് ആണ്. പ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ എന്നാണല്ലോ. അപ്പം നമ്മുടെ ഇൻഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് ബി ആണെങ്കിൽ ഓപ്പറേറ്റർ എന്ത് വരണം? മുന്നേ വരണം. അതായത് ഓപ്പറൻറ്റിന് മുമ്പ് ഓപ്പറേറ്റർ വരുവാണെങ്കിൽ അതിനെയാണ് പ്രിഫിക്സ് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇൻ പ്രിഫിക്സ് നൊട്ടേഷൻ ഓപ്പറേറ്റർ കംസ് ബിഫോർ ദ ഓപ്പറൻറ്റ്. ഓപ്പറേറ്റർ എങ്ങനെ വരണം? ബിഫോർ ദ ഓപ്പറൻറ്റ്. ഓപ്പറൻറ്റിന് മുമ്പ് വേണം വരാനായിട്ട്. അതായത് ഞാൻ പറഞ്ഞ എ പ്ലസ് ബി ആണെങ്കിൽ പ്ലസ് എ ബി എന്ന് പറയുന്നതാണ് പ്രിഫിക്സ്. അപ്പം ഈ പ്രിഫിക്സിൻ്റെ വേറെ ഒരു പേരാണ്, നെയിമാണ് പോളിഷ് നൊട്ടേഷൻ. അപ്പം പ്രിഫിക്സിന് പോളിഷ് നൊട്ടേഷനും പോസ്റ്റ് ഫിക്സ് എന്താണ്? റിവേഴ്സ് പോളിഷ് നൊട്ടേഷനുമാണ്. റിവേഴ്സ് പോളിഷ് നൊട്ടേഷൻ ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലേ. പോസ്റ്റ് ഫിക്സിന് വേറൊരു പേര് റിവേഴ്സ് പോളിഷ് നൊട്ടേഷൻ, പ്രിഫിക്സോ പോളിഷ് നൊട്ടേഷൻ. അപ്പം ഇതാണ് മൂന്നെണ്ണം. അപ്പോൾ ഇത് എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈസ് ഇൻഫിക്സ്. ഓക്കെ, അപ്പം അതായത് ഓപ്പറേറ്റർ നിങ്ങൾ ഓപ്പറേറ്ററിനെ നോക്കിയാൽ മതി. ഓപ്പറേറ്റർ മിഡിലിൽ വരുവാണ് ഇൻഫിക്സ്. പ്രീ എന്ന് പറഞ്ഞാൽ മുന്നേ. ഓപ്പറേറ്റർ എന്ത് വരണം? മുന്നേ വരണം, ഓപ്പറേറ്ററിന് മുമ്പ്. ഓക്കെ, അതാണ് പ്രിഫിക്സ്. പോസ്റ്റ് ഫിക്സ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് പിന്നീടെന്ന്. അപ്പോൾ ഓപ്പറേറ്റർ പിന്നീട് വരണം, ഓപ്പറേറ്ററിന് ശേഷം. അതാണ് പോസ്റ്റ് ഫിക്സ്. ഓക്കെ, ഇപ്പോൾ ഇത് മൂന്ന് നൊട്ടേഷൻസ് ആണ് നമുക്ക് ഉള്ളത്.
നമ്മളിനി പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഇൻഫിക്സിനെ പോസ്റ്റ് ഫിക്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇൻഫിക്സിനെ എന്തിലോട്ടാണ്? പോസ്റ്റ് ഫിക്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് A+B ആണെങ്കിൽ, ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ആണെങ്കിൽ AB+, അതായത് ഓപ്പറേറ്ററിന് ശേഷം ഓപ്പറേറ്റർ വരുവാണെങ്കിൽ അതാണ് ഓപ്പറേറ്ററിന് ശേഷം ഓപ്പറേറ്റർ വരിക. ഓപ്പറന്റ് ആണ് എയും ബിയും, അതിന് ശേഷം ഓപ്പറേറ്റർ വരുവാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുക? പോസ്റ്റ് ഫിക്സ് നൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടത് നമ്മുടെ ഒരു ഇൻപുട്ട് ഉണ്ട്. ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു ഇൻഫിക്സ് അരേക്കകത്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ഇൻഫിക്സ് അരേ. പിന്നെ നമുക്കൊരു സ്റ്റാക്ക് ഉണ്ട്, ഓപ്പറേറ്റർ സ്റ്റാക്കാണ്. ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഇവിടെ ഒരു സ്റ്റാക്ക് ഉണ്ട്. പിന്നെ നമുക്കുള്ളത് ഒരു അരയുണ്ട്, റിസൾട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് ഒരു അരയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ അരേ എന്ന് പറയുന്നത് പോസ്റ്റ് ഫിക്സ് ആണ്. പോസ്റ്റ് ഫിക്സ് റിസൾട്ട് സ്റ്റോർ ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഇൻഫിക്സ് അരേക്ക് അതായിരിക്കും. സ്റ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേറ്ററിനെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടാണ്. അപ്പോൾ സ്കാൻ ദ ഇൻഫിക്സ് എക്സ്പ്രഷൻ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇതാണ് ലെഫ്റ്റിൽ നിന്ന്, അതായത് ഇവിടെ നിന്ന് ഈ അരയുടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? ഓരോ ഇതിനെ എടുക്കാനായിട്ട്. ഓപ്പറേറ്റർ ആയിക്കോട്ടെ, ഓപ്പറന്റ് ആയിക്കോട്ടെ, അതായത് പാരാന്തസിസ് ആയിക്കോട്ടെ, ടോക്കൺസ് എന്നാ പറയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഓരോ ടോക്കൺസിനെ എടുക്കേണ്ടത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, സ്കാൻ ദ ഇൻഫിക്സ് എക്സ്പ്രഷൻ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമുക്ക് എടുക്കണം ഓരോ ടോക്കണെ. ഓക്കെ, ടോക്കൺ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഓപ്പറേറ്റേഴ്സ്, ഓപ്പറൻസ്, പാരാന്തസിസ് ഒക്കെയാണ്. ആൻഡ് പെർഫോം ദ സ്റ്റെപ്പ് 2 to 5 ഫോർ ഈച്ച് ടോക്കൺ ഇൻ ദ എക്സ്പ്രഷൻ. അതായത് ഇപ്പോൾ ഈ A+B എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷൻ്റെ അകത്തുള്ള ഓരോന്നിനെയും എന്ത് ചെയ്യണം? ഈ ഓരോ ടോക്കണും എടുത്തിട്ട് ഈ 2 തൊട്ടിട്ട് 5 വരെയുള്ള സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നോക്കുക, ഫസ്റ്റ് എന്ന് പറയുന്നത് ഈഫ് ടോക്കൺ ഈസ് ആൻ ഓപ്പറൻറ്റ്. ടോക്കൺ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു ടോക്കൺ ഈസ് ആൻ ഓപ്പറേറ്റർ, ഓപ്പറന്റ് ആൻഡ് പാരാന്തസിസ്. ഇനി ഓപ്പറന്റ് ആണെങ്കിൽ അപ്പൻഡിറ്റ്, അതായത് ഇതിലേക്ക് പോസ്റ്റ് ഫിക്സ് അരയിലേക്ക് കൊണ്ടുവെക്കുക. അപ്പൻഡിറ്റ് ഇൻ പോസ്റ്റ് ഫിക്സ് അരേ. പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? അപ്പൻഡ് ചെയ്യുക. അപ്പൻഡ് എന്ന് പറഞ്ഞെങ്കിൽ ആ ലാസ്റ്റിലേക്ക് കൊണ്ടിടുന്നതിനാണ് അപ്പൻഡ് എന്ന് പറയുന്നത്. അപ്പം ഓപ്പറന്റ് ആണോ നോക്കി, ഓപ്പറന്റ് ആണെങ്കിൽ അപ്പൻഡ് ചെയ്യാം. ഇനി നെക്സ്റ്റ്, ഈഫ് ടോക്കൺ ഈസ് എ ലെഫ്റ്റ് പാരാന്തസിസ് ആണെങ്കിൽ സ്റ്റാക്കിലേക്ക് എന്ത് ചെയ്യണം? ഈ ലെഫ്റ്റ് പാരാന്തസിസിനെ എടുത്ത് പുഷ് ചെയ്യണം. അപ്പം ഈഫ് ടോക്കൺ ഈസ് എ ലെഫ്റ്റ് പാരാന്തസിസ്, അപ്പം ഇതൊരു സ്റ്റാക്കാണ്. ലെഫ്റ്റ് പാരാന്തസിസ് ആണെങ്കിൽ സ്റ്റാക്കിലേക്ക് എന്ത് ചെയ്യുക? പുഷ് ചെയ്യാം. നെക്സ്റ്റ്, നമ്മൾ ഒരു ഓപ്പറേറ്റർ ആണെങ്കിൽ എന്താണ് ചെയ്യുന്നത്? ഓപ്പറേറ്ററെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് ഓൾറെഡി ഒരു സ്റ്റാക്ക് ഉണ്ട്. ഓക്കെ, ഓപ്പറേറ്റർ സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ സ്റ്റാക്കിൻ്റെ അകത്താണ്. പിന്നെ നമ്മൾ ഇൻപുട്ടാണ് നമ്മളിപ്പോൾ എടുത്തത്. പിന്നെ നമുക്ക് എന്താ ഉള്ളത്? ഒരു ഇൻഫിക്സ് സ്റ്റോർ ചെയ്യാനായിട്ടാണ്. ഇൻഫിക്സ് ആണ് നമ്മുടെ ഇൻപുട്ട്. അരേ പോസ്റ്റ് ഫിക്സ് ആണ് നമ്മൾ പോസ്റ്റ് ഫിക്സ് അരേ എന്ന് പറയുന്നത്. അപ്പം അതാ പറയും, ഈ ടേക്ക് ഈസ് ആൻ ഓപ്പറേറ്റർ ആണെങ്കിൽ pop all the operator which are of higher or equal precedence than the coming token and append them into the output. ഓക്കെ, അപ്പം അതായത് നമ്മൾ ഇവിടെ ഒരു ഓപ്പറേറ്റർ, ഇപ്പം ഇങ്ങനെ ഒരു ഓപ്പറേറ്റർ ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ കിടക്കുന്ന ഓപ്പറേറ്ററുമായിട്ട് ഇത് ചെക്ക് ചെയ്യുമ്പോൾ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ കിടക്കുന്ന ഓപ്പറേറ്ററിന് ഹയർ ഓർ ഈക്വൽ പ്രസിഡൻസ് ആണെങ്കിൽ, കമ്മിങ് ഓപ്പറേറ്ററിനെക്കാട്ടിലും ഹയറോ ഈക്വലോ പ്രസിഡൻസ് ആണെങ്കിൽ ഈ ഒരു സ്റ്റാക്കിൽ കിടക്കുന്ന ഓപ്പറേറ്ററിനെ പോപ്പ് ചെയ്യും. സ്റ്റാക്കിൽ കിടക്കുന്ന ഓപ്പറേറ്ററിനെ പോപ്പ് ചെയ്തിട്ട് പോസ്റ്റ് ഫിക്സ് അരേക്കകത്ത് ഔട്ട്പുട്ട് എവിടാ? പോസ്റ്റ് ഫിക്സ്. അപ്പോൾ ആ പോസ്റ്റ് ഫിക്സ് അരേക്കകത്ത് കൊണ്ടുപോയി അപ്പൻഡ് ചെയ്യും. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. നമ്മൾ ഒരു ഓപ്പറേറ്റർ വരുവാണെങ്കിൽ, അപ്പോൾ ഇൻഫിക്സിനകത്ത് ഓപ്പറേറ്റർ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ഓപ്പറേറ്റർ ആണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുക. സ്റ്റാക്കിൻ്റെ ടോപ്പിൽ കിടക്കുന്ന ഫസ്റ്റ് ഓപ്പറേറ്ററുമായിട്ട് ചെക്ക് ചെയ്തു.
ആ ഫസ്റ്റും ഓപ്പറേറ്ററുമായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഹയറോ ഈക്വലോ ആണെങ്കിൽ ഈ സ്റ്റാക്കിന് ടോപ്പിൽ കിടക്കുന്ന ഇവിടെ കിടക്കുന്നതിന് എന്ത് ചെയ്യും, പോപ്പ് ചെയ്തിട്ട് ഔട്ട്പുട്ട് എക്സ്പ്രഷൻ്റെ അകത്ത് കൊണ്ടുവെക്കും, അതായത് പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനകത്ത് കൊണ്ടുവെക്കും. ഇനി നെക്സ്റ്റ് തൊട്ട് താഴെ കിടക്കുന്നത് നോക്കും. ഇത് ഈ ഒരു കമ്മിങ് ഓപ്പറേറ്റർ ആണിത്, അതും ഈ സ്റ്റാക്കിൽ കിടക്കുന്നത് തമ്മിൽ നോക്കുക. ഹയറോ ഈക്വൽ ആണെങ്കിൽ പിന്നെയും പോപ്പ് ചെയ്യും. എപ്പോഴാണോ ഈ ഒരു ഹയറോ ഈക്വൽ കഴിയുന്നത് അതുവരെ സ്റ്റാക്കിനകത്തുനിന്ന് പോപ്പ് ചെയ്യും. പോപ്പ് ചെയ്ത് എവിടെ കൊണ്ട് കിടക്കുന്നത്, ഔട്ട്പുട്ട് എക്സ്പ്രഷനകത്താണ് കൊണ്ട് കിടക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുക, ഇപ്പം ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യുക, ഈ പുതിയ വന്ന ഓപ്പറേറ്ററിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. അതാ പറഞ്ഞത്, ആഫ്റ്റർ പോപ്പിംഗ് ഔട്ട് ഓൾ സച്ച് ഓപ്പറേറ്റർ എന്ന് പറയാൻ ഹയർ ഓർ ഈക്വൽ പ്രസിഡൻസ് ഉള്ള ഓപ്പറേറ്ററിനെ പോപ്പ് ചെയ്യുക എല്ലാത്തിനെയും. അതിനുശേഷം എന്ത് ചെയ്യുക, പുതിയതായിട്ട് വന്ന ഓപ്പറേറ്ററിനെ ഓപ്പറേറ്ററാണ് ആ ഓപ്പറേറ്ററിനെ എടുത്തിട്ട് പുഷ് ചെയ്യുക. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് പാരാന്തസിസ്. ലെഫ്റ്റ് കഴിഞ്ഞു, ലെഫ്റ്റിനെ നമ്മൾ സ്റ്റാക്കിൻ്റെ അകത്തോട്ട് പുഷ് ചെയ്തായിരുന്നു. റൈറ്റ് പാരാന്തസിസ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ, ലെഫ്റ്റ് പാരാന്തസിസ്, അതായത് ഈ സ്റ്റാക്കിൻ്റെ അകത്തുള്ള ലെഫ്റ്റ് പാരാന്തസിസ്, അതായത് ഓപ്പണിംഗ് ബ്രാക്കറ്റ്, ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ബ്രാക്കറ്റ് വരെ ഉള്ളതിനെ എന്ത് ചെയ്യാം, സ്റ്റാക്കിൻ്റെ അകത്തുനിന്ന് പോപ്പ് ചെയ്യാം. അതാ പറഞ്ഞിരിക്കുന്നത്, ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ പോപ്പ് ഓൾ ദ ഓപ്പറേറ്റേഴ്സ്, എല്ലാ ഓപ്പറേറ്ററിനെയും സ്റ്റാക്കിൻ്റെ അകത്തുനിന്ന് പോപ്പ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് അറേക്കകത്ത് കൊണ്ടിടുക. എവിടം വരെയാണ്, ഓപ്പണിംഗ് ബ്രാക്കറ്റ് വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പോപ്പ് ചെയ്യാം. പോപ്പ് ദ ലെഫ്റ്റ് പാരാന്തസിസ് ബട്ട് ഡു നോട്ട് അപ്പൻ ടു ദ ഔട്ട്പുട്ട്. ഈ ഓപ്പണിംഗ് ബ്രാക്കറ്റിനെ പോപ്പ് ചെയ്യും, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, ഔട്ട്പുട്ട് എക്സ്പ്രഷൻ്റെ അകത്ത് നമ്മൾ കൊണ്ട് എഴുതാനായിട്ട് പാടില്ല. അതായത് നമ്മളിപ്പോൾ സ്റ്റോപ്പിംഗ് കണ്ടീഷനാണ് പറയുന്നത്. സ്റ്റോപ്പിങ്ങിൻ്റെ അകത്ത് ടോക്കൺസിനെ എല്ലാം നമ്മൾ ഇൻഫിക്സ് എക്സ്പ്രഷനകത്തുള്ള ഓരോ ടോക്കനെ എടുത്ത് സ്കാൻ ചെയ്തു, ലെഫ്റ്റ് ടു റൈറ്റ് സ്കാനും ചെയ്തു. എല്ലാ എലിമെൻറ്റ് സ്റ്റാക്കിൻ്റെ അകത്തുള്ള എല്ലാത്തിനെയും സ്റ്റാക്ക് എം ടി ആയി, അതായത് എല്ലാത്തിനെയും നമ്മൾ പോപ്പും ചെയ്തു. അപ്പൻഡ് ചെയ്യാനായിട്ടുള്ളതിനെ എല്ലാം എന്ത് ചെയ്തു, സ്റ്റാക്കിൻ്റെ പോസ്റ്റ് അറേക്ക് അതോട്ട് അപ്പൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഔട്ട്പുട്ട് എവിടെ കാണും, പോസ്റ്റ് ഫിക്സ് അറേക്കകത്ത് അല്ലെങ്കിൽ പോസ്റ്റ് ഫിക്സ് നൊട്ടേഷൻ നമുക്ക് അറേക്കകത്ത് ഔട്ട്പുട്ടിൻ്റെ അകത്തുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, നമ്മൾ ചെയ്ത് ഇതൊക്കെയാണ്. ഓപ്പറൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്തു, സ്റ്റാക്കിലേക്ക് ഓപ്പറൻ്റ് ആണെങ്കിൽ നമ്മൾ ആ പോസ്റ്റ് ഫിക്സ് അറേക്കകത്തോട്ട് ആഡ് ചെയ്തു. നെക്സ്റ്റ് എന്താണ് ചെയ്തത്, ഓപ്പണിംഗ് പാരാന്തസിസ് ആണെങ്കിൽ സ്റ്റാക്കിലേക്ക് നമ്മൾ പുഷ് ചെയ്തു. ഇനി നെക്സ്റ്റ് ചെയ്തത് ഓപ്പറേറ്റർ ആണെങ്കിൽ നമ്മൾ നോക്കും, സ്റ്റാക്കിൻ്റെ ടോപ്പിൽ കിടക്കുന്നതുമായിട്ട് പ്രസിഡൻസ് നോക്കും. അപ്പോൾ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ കിടക്കുന്നതും നമ്മുടെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഓപ്പറേറ്ററും കൂടെ നോക്കുക. നോക്കിക്കഴിയുമ്പം ഹയറോ ഈക്വലോ ആണ് ഈ പ്രസിഡൻസ്, സ്റ്റാക്കിൻ്റെ ടോപ്പിൽ കിടക്കുന്നതിന് ഹയറോ ഈക്വലോ ആണെന്നുണ്ടെങ്കിൽ അതിനെ പോപ്പ് ചെയ്തിട്ട് ഔട്ട്പുട്ട് പോസ്റ്റ് ഫിക്സ് അറേക്ക് അതോട് കൊണ്ടിടുക. അതെവിടം വരെ നോക്കണം, ആ ഓരോന്നും പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്നതായിട്ട് പ്രസിഡൻസ് നോക്കും. അങ്ങനെ ഈ ഒരു ഹയർ ഓർ ഈക്വൽ മാറുന്നത് വരെ എല്ലാത്തിനെയും പോപ്പ് ചെയ്തിട്ട് പോസ്റ്റ് ഫിക്സ് അറേക്ക് അതോട് കൊണ്ടിട്ടു. ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണെങ്കിൽ ഓപ്പണിംഗ് ബ്രാക്കറ്റ് വരെ ഉള്ളതിനെ സ്റ്റാക്കിൻ്റെ അകത്തൊന്ന് പോപ്പ് ചെയ്തിട്ട് എന്നിട്ട് പോസ്റ്റ് ഫിക്സിൻ്റെ അകത്ത് കൊണ്ട് ഇട്ടു. പക്ഷേ എങ്കിൽ ഓപ്പണിംഗ് ബ്രാക്കറ്റ് മാത്രം എന്ത് ചെയ്യരുത്, പോസ്റ്റ് ഫിക്സ് അറേക്കകത്ത് കൊണ്ടേ ഇടരുത്. ഇതാണ് അൽഗോരിതം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളവരെ നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. നമുക്കിവിടെ നിങ്ങളോട് എക്സാമിന് ചോദിക്കാം, ഇങ്ങനൊരു എക്സ്പ്രഷൻ തന്നിട്ട് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, സ്റ്റാക്ക് വെച്ചിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കാം. അപ്പോൾ ഇതിൻ്റെ അത് ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷനാണ് തന്നിരിക്കുന്നത്, A × B + C - D / E ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇനീഷ്യലി സ്റ്റാക്ക് ഇവിടെ എംപ്റ്റി ആണ്, സ്റ്റാക്കിൻ്റെ അകത്ത് ഒന്നുമില്ല. ഇൻഫിക്സിൻ്റെ അകത്ത് ഇൻഫിക്സ് നൊട്ടേഷൻ്റെ അകത്ത് ഇതാണ് നമ്മുടെ ഇൻപുട്ടായിരിക്കും ഇൻഫിക്സിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്നത് ഏതാണ്, A ആണ്. ആദ്യം ഇവിടെ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമുക്ക് സ്കാൻ ചെയ്യേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് എടുത്തു കഴിയുമ്പോൾ ആദ്യം കിടക്കുന്ന A ആണ്. A വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇത് ഓപ്പറൻ്റ് ആണ് അല്ലേ, A എന്ന് പറയുന്ന ഓപ്പറൻ്റ് ആണ്. എന്ത് ചെയ്യണം, പോസ്റ്റ് ഫിക്സിലേക്ക് നമ്മൾ ആഡ് ചെയ്യാം, പോസ്റ്റ് ഫിക്സ് നൊട്ടേഷനിലേക്ക് എന്ത് ചെയ്യണം, A എടുത്ത് ആഡ് ചെയ്യാം. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. A ആയിരുന്നു, A എടുത്ത് എന്ത് ചെയ്തു, പോസ്റ്റ് ഫിക്സ്ഡ് എക്സ്പ്രഷനിലേക്ക് ആഡ് ചെയ്തു. നെക്സ്റ്റ് ഇൻറ്റു ആണ്. ഇൻറ്റു ഈസ് ആൻ ഓപ്പറേറ്റർ.
ഓപ്പറേറ്റർ ആണെങ്കിൽ സ്റ്റാക്കിൻ്റെ ടോപ്പ് ഇപ്പോൾ ഇൻറ്റു ആണ്. അപ്പോൾ ഇൻറ്റുവിനേക്കാളും പ്രസിഡൻസ് ഇത് എം ടി ആണ്. അപ്പം പ്രസിഡൻസ് നോക്കുമ്പോൾ എന്താണ്, സ്റ്റാക്കിൻ്റെ അകത്ത് ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഇൻറ്റുവിനെ എടുത്തിട്ട് പുഷ് ചെയ്യും, സ്റ്റാക്കിൻ്റെ അകത്തോട്ട് പുഷ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, സ്റ്റാക്കിൻ്റെ അകത്തോട്ട് നമ്മൾ കൊണ്ട് പുഷ് ചെയ്തു. സ്റ്റാക്ക് എം ടി ആണ്, ടോപ്പ് ഈക്വൽ ടു നള്ളാണ്. ആണെന്നുണ്ടെങ്കിൽ സ്റ്റാക്കിൻ്റെ അകത്തോട്ട് എന്ത് ചെയ്തു, ഇൻറ്റുവിനെ എടുത്ത് പുഷ് ചെയ്തു. നെക്സ്റ്റ് എന്താണ്, ഓപ്പണിംഗ് ബ്രാക്കറ്റ്. ഓപ്പണിംഗ് ബ്രാക്കറ്റ് വരുവാണ് എന്ത് ചെയ്യാനാ പറഞ്ഞത്, സ്റ്റാക്കിൻ്റെ അകത്തോട്ട് ആ ഓപ്പണിംഗ് ബ്രാക്കറ്റിനെ കൊണ്ടിടാനാ പറഞ്ഞത്. കണ്ടോ, ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആണ്. ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാക്കിൻ്റെ അകത്തോട്ട് നമ്മൾ കൊണ്ടിട്ടു. നെക്സ്റ്റ് കിടക്കുന്ന ഏതാണ്, ബി ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്, ഓപ്പറൻഡ് ആണ് അല്ലേ, ഓപ്പറൻഡ് ആണ്. ഓപ്പറൻഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം, പോസ്റ്റ് ഫിക്സ് നൊട്ടേഷൻ്റെ അകത്തോട്ട് കൊണ്ടിടുക. കണ്ടോ, പോസ്റ്റ് ഫിക്സ് നൊട്ടേഷൻ്റെ അകത്തോട്ട് കൊണ്ടിട്ടു. ഇനി പ്ലസ് ആണ്. പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ആണ്. പ്ലസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ആണ്. ഇവിടെ നമ്മൾ നോക്കി പ്ലസ് ആണ്. ഇനി ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് പ്ലസ് ആണ്. ഇപ്പം സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ളതുമായിട്ട് പ്രസിഡൻസ് നോക്കി. പ്ലസും ഇവിടെ കിടക്കുന്നത് ഓപ്പണിംഗ് ബ്രാക്കറ്റുമാണ് കിടക്കുന്നത്. അപ്പം നോക്കുമ്പം പ്രസിഡൻസ് കൂടുതൽ പ്ലസിനാണ്. അപ്പം പ്ലസിനാണ് പ്രസിഡൻസ് കൂടുതൽ എന്നുണ്ടെങ്കിൽ സ്റ്റാക്കിലേക്ക് ഇതിനെ പുഷ് ചെയ്യാം. ഓക്കെ, പ്ലസിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് കണ്ട. ഓക്കെ, അപ്പം ഹയർ ആണോ, സ്റ്റാക്കിനകത്ത് കിടക്കുന്നതിന് ഹയർ ആണെങ്കിൽ മാത്രമേ പോപ്പ് ചെയ്യത്തുള്ളൂ. അപ്പം ഇവിടെ ഈ ഒരു ബ്രാക്കറ്റിന് ഹയർ ആയിരുന്നു പ്രസിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പോപ്പ് ചെയ്തതിന്. അപ്പം ഇവിടെ ഹയർ അല്ലാത്തത് കൊണ്ടാണ് ഈ പ്ലസിനെ എടുത്ത് പുഷ് ചെയ്തത്. നെക്സ്റ്റ് ഇസ് സി. സി എന്ന് പറയുന്നത് എന്താണ്, ഓപ്പറേറ്റർ ആണ് അല്ലേ, ഓപ്പറൻഡ് ആണ്. ഓപ്പറൻഡ് ആണ് എന്ത് ചെയ്യണം, പോസ്റ്റ് ഫിക്സിൻ്റെ അകത്ത് കൊണ്ടെഴുതുക. കണ്ടോ, ABC എന്ന് കൊണ്ട് എഴുതി. നെക്സ്റ്റ് വരുന്നത് ക്ലോസിംഗ് ബ്രാക്കറ്റാണ്. ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണെങ്കിൽ ഓപ്പണിംഗ് ബ്രാക്കറ്റ് വരെ ഉള്ളതിനെ നമ്മൾ പോപ്പ് ചെയ്തിട്ട് പോസ്റ്റ് ഫിക്സിനകത്ത് കൊണ്ടിടും. അപ്പം പ്ലസിനെ കൊണ്ടിവിടെ വെച്ചു. ഇനി വരുന്ന ബ്രാക്കറ്റിനെ നമ്മൾ പോപ്പ് ചെയ്യും, പക്ഷെ പോസ്റ്റ് ഫിക്സിനകത്ത് കൊണ്ട് വെക്കില്ല. കണ്ടോ. ഇനി നെക്സ്റ്റ് കിടക്കുന്നത് മൈനസ് ആണ്. മൈനസ് എന്ന് പറയുന്നത് ആണ് അടുത്ത് വരുന്നത്. അപ്പം നമ്മൾ നോക്കി സ്റ്റാക്കിൻ്റെ ടോപ്പിൽ കിടക്കുന്നത് ഏതാണെന്ന് നോക്കി, ഇറ്റ് ഈസ് ഇൻറ്റു. പ്രസിഡൻസ് നോക്കുക, അപ്പം മൈനസും ഇൻറ്റുമാണ് ഉള്ളത്. അപ്പം ഇതിനാണ് പ്രസിഡൻസ് കൂടുതൽ, സ്റ്റാക്കിൻ്റെ ടോപ്പിക് കിടക്കുന്നതിനാണ് പ്രസിഡൻസ് കൂടുതൽ. അപ്പം എന്ത് ചെയ്യുക, ഈ ഇൻറ്റുവിനെ ഇവിടെ നിന്ന് പോപ്പ് ചെയ്യുക. ഇൻറ്റുവിനെ ഇവിടെ നിന്ന് ഇത് പോപ്പ് ചെയ്ത് പോസ്റ്റ് ഫിക്സിനകത്ത് കൊണ്ടുവച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം, മൈനസിനെ എടുത്തിട്ട് പുഷ്. ഇൻറ്റുവിനെ കൊണ്ടുവച്ചു, എന്നിട്ട് മൈനസിനെ കൊണ്ട്, വേറെ ഓപ്പറേറ്റർ ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ മൈനസിനെ കൊണ്ട് പുഷ് ചെയ്തു. നെക്സ്റ്റ് ഏതാണ്, ഡി ആണ്. ഡി ഈസ് ആൻ ഓപ്പറൻറ്റ്. ഓപ്പറൻറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ പോസ്റ്റ് ഫിക്സിൻ്റെ അകത്ത് കൊണ്ട് ആഡ് ചെയ്യാം. അപ്പം ഡിയെ കൊണ്ടുപോയി പോസ്റ്റ് ഫിക്സിനകത്ത് വെച്ചു. കണ്ടോ, ഡിയെ കൊണ്ട് വെച്ചു. നെക്സ്റ്റ് ഡിവൈഡ് ആണ്. നെക്സ്റ്റ് ഡിവൈഡ് വന്നു കഴിയുമ്പം നമ്മുടെ ഡിവൈഡ് ഉണ്ട്, സ്റ്റാക്കിൻ്റെ അകത്ത് മൈനസും ഉണ്ട്. അപ്പം നോക്കുമ്പം ഇതിന് പ്രസിഡൻസ് ഏതാണ് കൂടുതൽ, ഈ ഡിവൈഡിനാണ് പ്രസിഡൻസ് കൂടുതൽ. അപ്പം എന്ത് ചെയ്യുക, സ്റ്റാക്കിലേക്ക് ഇത് പുഷ് ചെയ്യാം. അപ്പം ഡിവൈഡിനെ എടുത്തിട്ട് എന്ത് ചെയ്യണം, സ്റ്റാക്കിലേക്ക് നമ്മൾ പുഷ് ചെയ്യും. കണ്ടോ, ഡിവൈഡിനെ എടുത്ത് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. നെക്സ്റ്റ് എന്താണ്, ഇ ആണ്. ഇ വന്നു കഴിഞ്ഞാൽ ഇയെ എടുത്തിട്ട്, ഈസ് ആണ് ഓപ്പറൻറ്റ്. ഓപ്പറൻറ്റ് ആണെങ്കിൽ പോസ്റ്റ് ഫിക്സിനകത്ത് നമ്മൾ കൊണ്ടുപോയിട്ടു. കണ്ടോ, പോസ്റ്റ് ഫിക്സിനകത്ത് കൊണ്ടിട്ടു. ഇൻഫിക്സ് നൊട്ടേഷൻ്റെ അകത്ത് ഇവിടുത്തെ ഇൻപുട്ട് നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാക്കിൻ്റെ അകത്ത് എന്തൊക്കെയാണോ ഉള്ളത് ആ സ്റ്റാക്കിൻ്റെ അകത്തുള്ള ബാക്കി എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യണം, പോപ്പ് ചെയ്യുക. പോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, പോസ്റ്റ് ഫിക്സിനകത്ത് കൊണ്ടിടുക. ഇപ്പം ഡിവൈഡിനെയും പോപ്പ് ചെയ്യും, മൈനസിനെയും പോപ്പ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടിടുക. കണ്ടോ, ഡിവൈഡിനെയും മൈനസിനെയും കൊണ്ട് ഇവിടെ ഇട്ടു. ഇതാണ് പോസ്റ്റ് ഫിക്സ് നൊട്ടേഷൻ. കണ്ടോ, പോസ്റ്റ് ഫിക്സ് ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്തു. അപ്പം നമ്മൾ അകത്ത് പഠിച്ചത് ഹൗ ടു കൺവേർട്ട് ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ അൽഗോരിതവും അതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതുമാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.